കണ്ണൂരിൽ മഹാരാഷ്ട്ര സ്വദേശികളായ കുടുംബത്തിന്റെ കാറ് തടഞ്ഞു നിർത്തി കവർച്ച നടത്തിയ കേസിൽ അന്വേഷണം കണ്ണൂർ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളിലേക്ക്. സീറ്റിനടിയിലെ രഹസ്യത്തിൽ സൂക്ഷിച്ചിരുന്ന 55 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടതായി കാർ ഉടമ അശോക് യശ്വന്ത് പോലീസ് മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ അക്രമി സംഘം മഹാരാഷ്ട്ര സ്വദേശികളുടെ കാറിനെ പിന്തുടരുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു. ചാരനിറത്തിലുള്ള 2 ഇന്നോവ കാറുകളിലെത്തിയ 6 അംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്നാണ് കുടുംബം പോലീസിനോട് പറഞ്ഞിരുന്നത്. പണവും സ്വർണവും ലക്ഷ്യമിട്ടെത്തിയ സ്വർണം പൊട്ടിക്കൽ സംഘമാവാം ഇതിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. നിലവിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികളുടെ വാഹനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. സംഭവം നടന്ന കണ്ണൂർ എടാട്ടിന് 500 മീറ്റർ മാത്രം അകലെയുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എടാട്ടിന് സമീപം റോഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഇന്നോവ കാർ മഹാരാഷ്ട്ര സ്വദേശികളുടെ വാഹനത്തിന് പിന്നിൽ വന്നിടിക്കുകയായിരുന്നു. തുടർന്ന് വാഹനം തടഞ്ഞു നിർത്തി അകത്തുണ്ടായിരുന്നവരെ പുറത്താക്കി ശേഷം ആളൊഴിഞ്ഞ പറമ്പിലേക്ക് മാറ്റി സീറ്റിനടിയിലെ രഹസ്യ അറ കുത്തി തുറന്ന് 55 ലക്ഷം രൂപ കവരുകയായിരുന്നു. വാഹനത്തിൽ കൂടുതൽ പണവും സ്വർണവും ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാറുടമയായ അശോക് യശ്വന്തിനെ പോലീസ് ചോദ്യം ചെയ്യും. കവർച്ച നടക്കുമ്പോൾ കാറിൽ കുമാർ ജലന്ധർ നിഗം, ഇയാളുടെ കുടുംബം, ഡ്രൈവർ എന്നിവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മഹാരാഷ്ട്രയിൽ സ്വർണം വിറ്റ ശേഷം ഇവർ മടങ്ങി വരുന്ന വിവരം മുൻകൂട്ടി ചോർന്നു കിട്ടിയവരാകാം ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.